കുറിച്ചിട്ട് ആദ്യം മനസ്സിലാക്കാനിടയായത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രീസിലെ തേൽസ് ഓഫ് മിലേറ്റസ് ആയിരുന്നു. എപ്പോഴായിരുന്നു? 600 BC-യിലായിരുന്നു. അദ്ദേഹം ആംബർ, ഒരു തരത്തിലുള്ള മരത്തിന്റെ പശയാണ്. ഓക്കെ, അതിവിടെ നിങ്ങൾക്ക് കാണാം. ആംബർ, ഫർ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് സിന്തറ്റിക് ആയിട്ടും ലഭിക്കുന്നതാണ്. എന്നാൽ ഫർ എന്ന് പറയുന്നത് ശരിക്കും മൃഗങ്ങളുടെ ആ ഒരു രോമത്തിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ഫർ എന്ന്. അപ്പൊ എന്താ ചെയ്തത്? ഗ്രീക്ക് ഫിലോസഫറായ തേൽസ് എന്താ ചെയ്തത്? ഈ ഒരു ആംബറും അതുപോലെ തന്നെ ഫറും തമ്മിൽ റബ്ബ് ചെയ്തതിന് ശേഷം ആംബർ എന്ത് ചെയ്യാൻ തുടങ്ങി? ലൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. പേപ്പർ പോലത്തെ വസ്തുക്കളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അത് എന്താന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താണ് ഇത്തരത്തിൽ അത് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ആ റബ്ബ് ചെയ്ത് കഴിഞ്ഞ ആംബർ എന്ത് ചെയ്യുന്നു? പേപ്പർ പീസസിനെ ഇത്തരത്തിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ ചെയ്തത്? ആ ഫറുമായിട്ട് റബ്ബ് ചെയ്ത ആംബർ എന്തിനെ അട്രാക്ട് ചെയ്യുന്നു? പേപ്പറിനെ അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രിക് ചാർജ് എന്നതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും തന്നെ അറിയാം എന്താണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. മാറ്റർ ഉണ്ടാക്കാനായിട്ടുള്ള ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ മാറ്ററും ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ആറ്റത്തിന്റെ സ്ട്രക്ചർ അറിയാലോ. എങ്ങനെയാ വരുന്നത്? അതിന് ചുറ്റും ഫ്രീ ആയിട്ട് അറ്റോമിക് ഓർബിറ്റലുകളിൽ ആരാ റിവോൾവ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആണ് റിവോൾവ് ചെയ്യുന്നത്, അല്ലെ? അതുപോലെ തന്നെ ആ മിഡിൽ പോർഷൻ അവിടെ വരുന്നത് ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ളത് ആരാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. ഓക്കെ, ഇനി ഇലക്ട്രോൺസിന് എന്ത് ചാർജ് ആണുള്ളത്? അവര് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ, അവർക്ക് നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരെ നെഗറ്റീവ്ലി ചാർജ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി പ്രോട്ടോൺസിന് എന്താ ഉള്ളത്? പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കും. ഓക്കെ, ന്യൂട്രോൺസ് എന്താണ്? അതിന് ന്യൂട്രൽ ചാർജ് ആണുള്ളത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ് ആണ്, അതുപോലെ തന്നെ പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ആ ഒരു ചാർജ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏത് തരത്തിലാണ് ചാർജസ് ഉള്ളത്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് വസ്തുക്കൾ പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ടും നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ടും മാറുന്നത്? ഓക്കെ, അപ്പോൾ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ കാര്യത്തിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ കാര്യവും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതല്ലാതെ നമ്മൾ ഇങ്ങനെ ഒബ്ജക്ട്സ് റബ്ബ് ചെയ്യും വഴി അവിടെ ചാർജസ് ഡെവലപ്പ് ആയിരുന്നു. അപ്പോഴെങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പറഞ്ഞിരുന്നത്? നമുക്കറിയാം ഏതിനകത്തൊക്കെയാണ് ഇലക്ട്രോൺ ലൂസ് ആയിട്ട് ബൗണ്ട് ആയിരിക്കുന്നത്. ലൂസ് ആയിട്ട് ഇലക്ട്രോൺ ബൗണ്ട് ആയിരിക്കുന്നതിൽ എന്താ സംഭവിക്കുന്നത്? അവർക്ക് ഇലക്ട്രോണിനെ കൊടുക്കാനായിരിക്കും സാധ്യത. അങ്ങനെ ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ എന്തായിട്ട് മാറുന്നു? അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറുന്നു, അല്ലെ? എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആള് പോസിറ്റീവായി. ഇലക്ട്രോണിനെ വാങ്ങുന്ന ആള് എന്താ ഗെയിൻ ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജാ ഗെയിൻ ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ ആ വാങ്ങുന്ന ആൾ ആരായിട്ട് മാറി? അത് നെഗറ്റീവ് ചാർജ് ആണ് അക്വയർ ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തില് ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ ബേസിസിൽ നമുക്ക് പറയാം ഒരു വസ്തു അതിന് പോസിറ്റീവ് ചാർജ് ആണോ ലഭിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണോ അത് പൊസസ് ചെയ്യുന്നത് എന്നുള്ളത് ഇത്തരത്തില് ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ രണ്ട് ചാർജസും ഒരു വസ്തുവിൽ ഉണ്ട് എന്ന് കരുതുക. പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്. അതിനകത്ത് പോസിറ്റീവ് ചാർജിന്റെ നമ്പർ മോർ ആണെങ്കിൽ, കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആണെന്ന് നമുക്ക് പറയാം, അല്ലെ? മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ആരാണോ ആ ചാർജ് ആയിരിക്കും ആ ഒരു മെറ്റീരിയലിൽ ഉണ്ടാവുക, അല്ലെ? ഇനി ഒരു മെറ്റീരിയലിനകത്ത് കുറെ അധികം പോസിറ്റീവ് ചാർജ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയായിരിക്കും, അല്ലെ? പിന്നെ എവിടെയാണ് ഈ ചാർജ് അക്വയറിംഗിന്റെ കാര്യം, ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞത്? റബ്ബിങ് വഴി, കേട്ടോ. രണ്ട് ഒബ്ജക്ട്സ് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഒരെണ്ണത്തിന് പോസിറ്റീവ് ആണോ ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ ചാർജ് എന്ന് നമ്മൾ പറയുന്നത് എന്ത് വഴിയാണ്? അത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴിയാണ്.
ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്ന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി നമ്മൾ പറഞ്ഞതാണ്. അതല്ലാതെ ഒരു ഒബ്ജക്റ്റിന്റെ കേസ് പറയുമ്പോൾ അതിനകത്ത് ഏതാണോ കൂടുതൽ, ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിൽ അതിന് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി പ്രോട്ടോൺസ് കൂടുതലാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആറ്റത്തിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളിന്റെ കാര്യവും അതുപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ടെയിൽസ് ആംബറും ഫറുമായിട്ട് റബ്ബ് ചെയ്തിട്ട് ആ ഒരു ആംബർ ലൈറ്റ് ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ടെയിൽസിന് ശേഷം 600 AD വില്യം ഗിൽബർട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി. അതായത് സിൽക്ക്, അതുപോലെ തന്നെ എബണൈറ്റ്, ഗ്ലാസ് റോഡ്, ഇത്തരം വസ്തുക്കൾ ചില മെറ്റീരിയൽസ് ആയിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് വില്യം ഗിൽബർട്ട് മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് ചാർജസിനെ കുറിച്ചിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാ വന്നിരിക്കുന്നത്? ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആംബർ എന്നുള്ള അർത്ഥമാണ് ഇലക്ട്രോണിന്. ആ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടേം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വില്യം ഗിൽബർട്ട് എന്താ ചെയ്തത്? ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ്, ഗ്ലാസ് റോഡ്, എബണൈറ്റ് ഒക്കെ ചില മെറ്റീരിയൽസ് ആയിട്ട് റബ്ബ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്ത് നോക്കാം. നമ്മൾ സിൽക്ക് ത്രെഡില് ഗ്ലാസ് റോഡ് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് മറ്റൊരു ഗ്ലാസ് റോഡ് കൊണ്ടുവരുന്നു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഗ്ലാസ് റോഡിന്റെയും സിൽക്ക് ക്ലോത്തിന്റെയും എക്സാമ്പിൾ ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഞാൻ ഇവിടെ വരയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സിൽക്ക് ക്ലോത്ത് എന്ന് കരുതുക. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ സിൽക്ക് ക്ലോത്ത്. സിൽക്ക് ക്ലോത്തിൽ ആരെ കൊണ്ട് നമ്മൾ റബ്ബ് ചെയ്യുന്നു? ഒരു ഗ്ലാസ് റോഡ് എടുത്ത് ഞാൻ റബ്ബ് ചെയ്യുന്നു. ഓക്കെ, എന്താ ചെയ്തത്? ഒരു ഗ്ലാസ് റോഡ് ഞാൻ സിൽക്ക് ക്ലോത്തിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ സാധിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് റോഡില് പോസിറ്റീവ് ചാർജസ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ സിൽക്ക് ക്ലോത്തിൽ എന്ത് ചാർജസ് ഡെവലപ്പ് ചെയ്തു? നെഗറ്റീവ് ചാർജസ് ഡെവലപ്പ് ചെയ്തു. ഇനി നിങ്ങൾക്ക് പറയാവോ എവിടെ നിന്ന് എവിടേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ സംഭവിച്ചത്? ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന ആള് പോസിറ്റീവ് ആവും. അപ്പൊ ആരാ ഇവിടെ പോസിറ്റീവ്? ഗ്ലാസ് റോഡാണ് പോസിറ്റീവ് ആയിട്ട് മാറിയത്. കാരണം ഗ്ലാസ് റോഡ് എന്ത് ചെയ്തു? ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്തു. ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആയിട്ട് മാറി. അതുപോലെ തന്നെ സിൽക്ക് ക്ലോത്ത് എന്തായിട്ട് മാറി? സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ് ആയിട്ട് മാറി. നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ട് മാറി. കാരണം സിൽക്ക് ക്ലോത്ത് ആണ് ആ ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ റബ്ബ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഗ്ലാസ് റോഡ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, അതൊരു സിൽക്ക് ത്രെഡിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടുന്ന് അതുപോലത്തെ മറ്റൊരു ഗ്ലാസ് റോഡും കൂടി നമ്മൾ കൊണ്ടുവരുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താ സംഭവിച്ചത്? രണ്ടിനും പോസിറ്റീവ് ചാർജ് ആയിരുന്നു അല്ലെ? രണ്ട് ഗ്ലാസ് റോഡിനും പോസിറ്റീവ് ചാർജ് ആയിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു? അടുത്തേക്ക് വരുന്നതിന് പകരം അവര് അകന്നു. ഓക്കെ, എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്താണ് അതിന്റെ കാരണം? രണ്ട് ഒരുപോലത്തെ ചാർജ് ഉള്ള വസ്തുക്കൾ അടുത്തേക്ക് വന്നപ്പോൾ അവർ തമ്മിൽ അകന്നു. അവരിൽ റിപ്പൾഷൻ സംഭവിച്ചു. ഓക്കെ, എല്ലാ മെറ്റീരിയൽസിലും ഇങ്ങനെ തന്നെ സംഭവിക്കുമോ? നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് അത് ഉപയോഗിച്ച് ഒരു പ്ലാസ്റ്റിക് റോഡ് എന്ത് ചെയ്തിരിക്കുന്നു? പ്ലാസ്റ്റിക് റോഡ് അവിടെ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് റോഡിൽ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, പ്ലാസ്റ്റിക് റോഡ് ചില മെറ്റീരിയൽസ് കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം പ്ലാസ്റ്റിക് റോഡിന് ഇലക്ട്രോൺസിനെ വാങ്ങാനുള്ള ടെൻഡൻസി ആണുള്ളത്. അത് ഓരോ മെറ്റീരിയൽസിന് ഉണ്ട് കേട്ടോ. ചില മെറ്റീരിയൽസിന് ഇലക്ട്രോണിനെ വാങ്ങാനായിരിക്കും. അതായത് അവരിൽ കൊടുക്കുന്ന ആളില്, അതായത് ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അവരിൽ ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആയിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ അങ്ങ് കൊടുക്കും.
അവർ പോസിറ്റീവായിട്ട് മാറും. ഈ വാങ്ങുന്നവരെന്താണ്, അവർ നെഗറ്റീവായിട്ട് മാറും. അതായത് ഈ ഒരു പ്ലാസ്റ്റിക് റോഡിന് എന്ത് ടെൻഡൻസി ആയിരിക്കും, അവരിൽ ഇലക്ട്രോൺ ബൗണ്ട് ആയിട്ട് ഇരിക്കുമായിരിക്കും. അവർക്ക് ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള ടെൻഡൻസി ഇല്ല, ഇലക്ട്രോൺസിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, വാങ്ങാനുള്ള ടെൻഡൻസി ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവരിൽ എന്ത് ചാർജ് ആണുള്ളത്, പ്ലാസ്റ്റിക് റോഡിൽ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള മറ്റൊരു പ്ലാസ്റ്റിക് റോഡ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. ഓക്കെ, എന്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ചാർജിങ് ബൈ റബ്ബിങ്. ഓക്കെ, അപ്പൊ റബ്ബിങ് വഴി ഉണ്ടായ ചാർജ് ആണ്. അതിൽ തന്നെ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഈ ഒരു ചാർജിന്റെ ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് നോക്കിയാലോ. എന്താ സംഭവിച്ചത്, ഇവിടെയും നേരത്തെ പോലെ ലൈക്ക് ചാർജസ് റിപ്പൽ ഫ്രം ഈച്ച് അതർ. ഒരുപോലത്തെ ചാർജസ് എന്ത് ചെയ്യുന്നു, പരസ്പരം അകന്നു പോകുന്നു, റിപ്പൽ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. സിൽക്ക് ത്രെഡില് ഗ്ലാസ് റോഡ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ആരെ ഉപയോഗിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് റോഡിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്ലാസ് റോഡ് നേരത്തെ പോലെ സിൽക്ക് ക്ലോത്തിൽ റബ്ബ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജ് പൊസസ് ചെയ്തിട്ടാണ് ഗ്ലാസ് റോഡ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് റോഡാണ് കൊണ്ടുവരുന്നത്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അൺലൈക്ക് ചാർജസ് ആണ് അടുത്തേക്ക് കൊണ്ടുവരുന്നത്. നോക്കാം. യെസ്, നോക്കിക്കേ, ഗ്ലാസ് റോഡിലെ പോസിറ്റീവ് ചാർജ് ആയിരുന്നു, പ്ലാസ്റ്റിക് റോഡിലെ നെഗറ്റീവ് ചാർജ് ആയിരുന്നു. അവർ വന്നു, അവർ തമ്മിൽ അട്രാക്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ടു ഈച്ച് അതർ. അൺലൈക്ക് ചാർജസ് തമ്മിൽ ഒരു അട്രാക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ റബ്ബിംഗ് വഴി ചാർജസ് ഡെവലപ്പ് ആയ കാര്യം ഒരു എക്സാമ്പിള്. അതുപോലെ തന്നെ ലൈക്ക് ചാർജിന്റെയും അൺലൈക്ക് ചാർജിന്റെയും ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, ചാർജ് എന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. മാറ്ററിന്റെ ബേസിക് പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിന് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം, ചാർജ് വേണം. ചാർജ് ഉള്ളത് കൊണ്ടാണ് അതിനെ ഒരു ഫീൽഡിലേക്ക് വെച്ച് ചെയ്യുമ്പോൾ അതിന് ആ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ കാര്യം തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജുകളാണ്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന് സ്റ്റാറ്റിക് ചാർജുമായിട്ട് ബന്ധമില്ല. കാരണം മൂവിങ് ചാർജസ് ഉണ്ടെങ്കിലേ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയി കാണുമല്ലോ. പിന്നെന്താണ്, ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കുളോംബ് ആണ്. ഓക്കെ, അതിന്റെ സിമ്പൽ ഇത്തരത്തിലാണ്. ഇനി ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോസ്കോപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇലക്ട്രോസ്കോപ്പ് സിമ്പിൾ ആണ്, ഒരു ഗ്ലാസ് ജാറ്, അതിന്റെ മുകളിൽ ഒരു കാർഡ്ബോർഡ് വരുന്നു. അതിന്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക, ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ, പേപ്പർ ക്ലിപ്പ് ആകാം. ഓക്കെ, കാർഡ്ബോർഡിന്റെ മുകളിൽ ഇത്തരത്തിലൊരു ഗ്ലാസ് ജാർ ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, ഇത്തരത്തിലൊരു ഗ്ലാസ് ജാർ, അതിന്റെ മുകളിൽ ഇത്തരത്തിലൊരു കാർഡ്ബോർഡ് പീസ് വെക്കുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റാലിക് ആയിട്ടുള്ള ക്ലിപ്പ് ഉണ്ടല്ലോ, പേപ്പർ ക്ലിപ്പ്, ആ പേപ്പർ ക്ലിപ്പ് ഇത്തരത്തിൽ വളച്ച് ഇവിടെ ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, അതിന്റെ ആ ഒരു എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അലൂമിനിയം ഫോയിൽ ഇത്തരത്തിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചാർജ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരുന്നു. ഓക്കെ, ചാർജ് ആയിട്ടുള്ള ഒരു റീഫിലാണെന്ന് തന്നെ കരുതാം. ഓക്കെ, അതിന് എന്ത് ചാർജ് ആണോ ഉള്ളത്, ഓക്കെ എക്സാമ്പിൾ പറയുവാണ്, ചാർജ് ആയിട്ടുള്ള ആ ഒരു റീഫിലിന്മേൽ എന്ത് ചാർജ് ആണോ ഉള്ളത്, ഈ റീഫിൽ ഇവിടെ കൊണ്ടിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് ഇതിലൂടെ മെറ്റൽ ആണ് അല്ലേ, ചാർജിനെ പാസ് ചെയ്യും. ആ ചാർജിനെ പാസ് ചെയ്ത് അത് ഈ ഒരു ലീഫിലേക്ക് വരികയും ലീഫ് എന്ത് ചെയ്യും, ഒരേപോലത്തെ ചാർജ് ആണ്. ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിലൂടെ, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിലൂടെയും പോസിറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇൻ കേസ് അവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ഒരു മെറ്റാലിക് കണ്ടക്ടറിലൂടെയും എന്ത് തന്നെയായിരിക്കും വരുന്നത്, നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് തന്നെയായിരിക്കും, അത് ഇവിടെ വരുന്നു. ഒരേപോലത്തെ ചാർജസ് വരുന്നത് കൊണ്ട് ആ ഫോയിൽ പീസസ് എന്ത് ചെയ്യുന്നു, ദൂരേക്ക് നീങ്ങുന്നു, അവർ റിപ്പൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എത്രയാണോ ചാർജ് ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഫോയിൽ പീസിന്റെ റിപ്പൽഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരെന്താണ്, ഇലക്ട്രോസ്കോപ്പ്. ഇത്തരത്തിലായിരിക്കും അത് ഇരിക്കുക. ഇതൊരു മെറ്റാലിക് നോബാണ്, ഇത് ചാർജ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ആൻഡ് ഇതാണ് അതിൻ്റെ അലുമിനിയം ഫോയിൽ പീസസ്. അതിൻ്റെ ഇടയിൽ ഉള്ളിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റാലിക് കണ്ടക്ടർ ആണ്. ഇതൊരു മെറ്റാലിക് നോബാണ്, മെറ്റാലിക് കണ്ടക്ടറിലാണ്.
കണ്ടക്ടർ ആണ്. ഓക്കെ, ഉള്ളിലുള്ള മെറ്റാലിക് കണ്ടക്ടർ. ഇനി ഈ ഒരു കണ്ടക്ടർ, ചാർജ് ആയിട്ടുള്ള കണ്ടക്ടർ ഈ നോബിൽ ടച്ച് ചെയ്യുമ്പോഴത്തേനും എന്ത് ചാർജ് ആണുള്ളത് അത് ഇതിലേക്ക് പാസ് ചെയ്യുന്നു. ആ ഒരു അലൂമിനിയം ഫോയിൽ പീസ് വരെ എത്തുന്നു. സെയിം ചാർജസ് ആയതുകൊണ്ട് അതിന് റിപ്പൾഷൻ സംഭവിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടും ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചിട്ടുമാണ്. എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ചാലകങ്ങൾ. ആരാണോ ഇലക്ട്രിക് ചാർജസിനെ കടത്തിവിടുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ കണ്ടക്ടേഴ്സ് അതോ സബ്സ്റ്റൻസസ് വിച്ച് അലോ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. ഓക്കെ, ഫസ്റ്റ് ഫിഗർ ക്ലിയർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് കോപ്പർ വയർ ആണ്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാരണയായിട്ടുള്ള കണക്റ്റിംഗ് വയർ ആണ്. അതെന്താണ്? ഒരു കണ്ടക്ടർ ആണ്. പിന്നെ മെറ്റൽസും എന്താണ്? പലതരത്തിലുള്ള മെറ്റൽസും എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റിയുടെ പാസേജ് അലൗ ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടക്ടേഴ്സ്. അപ്പൊ ഇനി ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല? അവര് ഇലക്ട്രിസിറ്റി, ഓക്കെ, സോ they are substances which do not allow passage of electricity. ഓക്കെ, ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ അനുവദിക്കാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇലക്ട്രിസിറ്റിയുടെ പാസേജ് അല്ലെങ്കിൽ ആ ഒരു ചാർജസിന്റെ ഫ്ലോയിനെ അലോ ചെയ്യാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ഇനി അപ്പൊ എന്തൊക്കെയാണ് ഇൻസുലേറ്റേഴ്സ്? ചിന്തിച്ചാൽ മതി. ഒരു ഷോക്ക് വരുമ്പോൾ, ഓക്കെ, ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ നിന്ന്, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അപ്ലയൻസിൽ നിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നോക്കാൻ നിങ്ങൾ എങ്ങനെ പോകും? റബ്ബർ യൂസ് ചെയ്യും അല്ലേ? റബ്ബർ ചപ്പൽസ് നമ്മൾ യൂസ് ചെയ്യും. ഇനി ഒരാൾക്ക് ഷോക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ആണ് ആ ഒരു ഷോക്ക് ഏറ്റ ആളെ നമുക്ക് ആ ഒരു ഷോക്കിൽ നിന്ന് മാറ്റണം അല്ലേ? അതിനായിട്ട് നമ്മൾ വുഡ് യൂസ് ചെയ്യും അല്ലേ? ആ ഒരു വുഡൻ പീസ് എടുത്ത് അടിച്ച് അദ്ദേഹത്തെ ആ ഒരു ഷോക്കിൽ നിന്ന് മാറ്റാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ വുഡും റബ്ബറും ഒക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. പ്ലാസ്റ്റിക്കും ഇതുപോലെ തന്നെ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇൻസുലേറ്റേഴ്സ് എന്താണെന്നും കണ്ടക്ടേഴ്സ് എന്താണെന്നുള്ളതും ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഒരു ബോഡി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ബൈ റബ്ബിങ് തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ, പിന്നെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചാർജിങ് ബൈ ഫ്രിക്ഷനും ചാർജിങ് ബൈ കണ്ടക്ഷനുമാണ്. ഓക്കെ, അപ്പൊ ഓരോന്നോരോന്നായിട്ട് നോക്കാം അതെങ്ങനെയാണുള്ളത്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഘർഷണ ബലത്തേനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണല്ലോ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഫ്രിക്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒബ്ജക്ട്സ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ ബേസിസിൽ തന്നെയാണ് ആര് നമുക്ക് ഈ ഒരു അട്രാക്ഷന്റെ കാര്യം പറഞ്ഞു തന്നത്? വില്യം ഗിൽബർട്ട് നമുക്ക് ചാർജുകളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തന്നത് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ ബേസിസിൽ തന്നെയായിരുന്നു. ഓക്കെ, ഇനി when two bodies are rubbed each other, electrons in one body is transferred to second body. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ബോഡിയിലുള്ള ഇലക്ട്രോൺസ് ഏതിലാണോ അത് ലൂസ് ആയിട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്, ഓക്കെ, ദാറ്റ് ഇസ് ലെസ് ടൈറ്റ്ലി ഹെൽഡ് ചെയ്തിരിക്കുന്നത്, അവര് ട്രാൻസ്ഫർ ആവും ആരിലേക്കാണ്? ടു സെക്കൻഡ് ബോഡി ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ഹെൽഡ് മോർ ടൈറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ്. രണ്ടും കൂടി റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിൽ പോസിറ്റീവ് ചാർജും സിൽക്ക് ക്ലോത്തിൽ നെഗറ്റീവ് ചാർജും ആണ്. ഗ്ലാസ് റോഡാണ് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്, സിൽക്ക് ക്ലോത്ത് ആണ് വാങ്ങുന്നത്. ഓക്കെ, സോ ഇതിവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്താണ്? ചാലനം. ഓക്കെ, ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ, ചാർജ് ബോഡി ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അത്തരത്തിലുള്ള ചാർജ് ട്രാൻസ്ഫറിനെ, അവിടെ ഡെവലപ്പ് ആവുന്ന ആ ചാർജസിനെ നമ്മൾ വിളിക്കുന്നതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് എ ബോഡി വിത്ത് ആക്ച്വൽ കോണ്ടാക്ട് ഓഫ് അനദർ ബോഡി. അപ്പോൾ ഇത്തരത്തിൽ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഇത്തരത്തിൽ ഇവിടെ മറ്റൊരു ഒബ്ജക്റ്റിനെ കൊണ്ട് ഡയറക്ട്ലി കോണ്ടാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ, ഡയറക്ട്ലി ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് ഈ ഒരു ഒബ്ജക്റ്റിലേക്കും ട്രാൻസ്ഫർ ആയി അതും പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള ചാർജിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇലക്ട്രിക് ചാർജിന്റെ ടൈപ്സ്. ഒന്ന് പോസിറ്റീവ് ചാർജ് ആണെന്നും ഒന്ന് നെഗറ്റീവ് ചാർജ് ആണെന്നും പറഞ്ഞു.
അപ്പോൾ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ചാർജസിനെ നെയിം ചെയ്തിരിക്കുന്നത് അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർജസിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതറിയാവുന്ന കാര്യമാണ്. എന്താണ്? അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അവർ അട്രാക്ട് ചെയ്യും, ലൈക്ക് ചാർജസ് ആണെങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ലൈക്ക് ചാർജസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ചാർജ് വന്നാൽ റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ഇനി ചാർജ് കൺസേർവ്ഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസിന്റെ ലോ ഓഫ് കൺസർവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? ചാർജസിനെ നമുക്ക് ഉണ്ടാക്കാനോ അതുപോലെ തന്നെ നശിപ്പിക്കാനോ കഴിയുന്നില്ല. പകരം എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു ടോട്ടൽ ചാർജ്, ഒരു ഐസോലേറ്റഡ് സിസ്റ്റം ആണെന്ന് കരുതുക. അതിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ അത് കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്താണ്? നമ്മൾ എനർജിയുടെ കാര്യത്തിൽ പറയുന്നത് പോലെ തന്നെ ചാർജ് എന്ത് ചെയ്യുന്നില്ല? ചാർജ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അതെന്താ ചെയ്യുന്നത്? അതിൽ ജസ്റ്റ് ട്രാൻസ്ഫർ മാത്രമാണ് നടക്കുന്നത്. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ആവുന്നു. അങ്ങനെയാണ് ഒബ്ജക്ട്സ് ചാർജിനെ അക്വയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സാമ്പിൾ നോക്കാം നമുക്ക്. രണ്ട് ബോഡീസ് ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, എക്സ് ആൻഡ് വൈ. അപ്പൊ എന്താ ചെയ്യുന്നത്? എക്സിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. എക്സിന് നെഗറ്റീവ് ചാർജ് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം, അല്ലേ? അപ്പൊ എക്സും വൈയും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? എക്സിന് എന്ത് സംഭവിച്ചു? നെഗറ്റീവ് ചാർജ് കിട്ടി. അതുപോലെ തന്നെ വൈന് എന്തായിരിക്കും കിട്ടിയത്? പോസിറ്റീവ് ചാർജ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് കിട്ടിയിരിക്കുന്നത് വൈ ലൂസ് ചെയ്തിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ചാർജ് ആണ്. വൈയിൽ നിന്നുള്ള നെഗറ്റീവ് ചാർജ് ആണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? എക്സിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എക്സ് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നു, വൈ പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ the quantity of charge gained by x is equal to the quantity of charge lost by y. ഇതാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പോൾ ചാർജ് കൺസർവേഷൻ ക്ലിയർ ആയല്ലോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? the total charge of an isolated system remains constant, അല്ലെങ്കിൽ നമുക്ക് പറയാം ചാർജ് is conserved എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്താണ്? ഇലക്ട്രിക് ചാർജസ് ക്വാണ്ടൈസ്ഡ്. ഓക്കെ, അപ്പോൾ ചാർജ് എന്ന് പറയുന്നത്, അതിന്റെ ബേസിക് ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലെ? ഒന്നിന് നെഗറ്റീവ് ചാർജും ഒന്നിന് പോസിറ്റീവ് ചാർജും ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അവരുടെ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജിനെ നമ്മൾ പറയുന്നത് E is equal to 1.6 into 10⁻⁻19 കുളോംബ് എന്നാണ് അവരുടെ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജിനെ നമ്മൾ പറയാറ്. ഓക്കെ, ആ ഒരു മാഗ്നിറ്റ്യൂഡ് ഇലക്ട്രോണും പ്രോട്ടോണും സെയിം ആണ്. ആ ഒരു ചാർജ് അതിന്റെ സൈനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് അവരുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടൈസേഷൻ പറയുന്നത് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ചാർജ് ഈന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടേ നമുക്ക് ചാർജിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ഓക്കെ, ചാർജ് ഓൺ എനി ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ചാർജ് ഇ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഓക്കെ, അപ്പൊ n എന്നുള്ളത് എങ്ങനെയൊക്കെ വരാം? n is equal to 0, 1, 2 അങ്ങനെ n അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നാലും ഇന്റെ ആ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ ഇന്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചാർജിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് നമ്മൾ ഡയറക്ഷൻ പറയാറില്ല. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് ചാർജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാർജസിനെ നമുക്ക് ടോട്ടൽ ചാർജസ് കണ്ടുപിടിക്കണമെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള ചാർജും നെഗറ്റീവ് ആയിട്ടുള്ള ചാർജും ഉണ്ട്. അപ്പോൾ ഇവര് ജസ്റ്റ് സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാം? ചാർജസിനെയും ആഡ് ചെയ്യാം. ഒരു സിസ്റ്റം നോക്കിക്കേ, Q1, Q2, Q3 ചാർജ് ഉണ്ട്. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ടോട്ടൽ ചാർജിനെ നമുക്ക് എങ്ങനെ എഴുതാം? Q1 + Q2 + Q3 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നോക്കിക്കേ, ഇപ്പൊ സിസ്റ്റം കണ്ടെയ്ൻസ് n ചാർജസ്. n ചാർജുകൾ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, 3 അല്ല, n ഇവിടെയാണ് കേട്ടോ. n ഇത് Q3 ആണ്.
Q1, Q2, Q3, Qn വരെ ചാർജസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് ഓഫ് സിസ്റ്റം എങ്ങനെ എഴുതാം? സാധാരണ ആൾജിബ്രൈക് സം എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് പറയാം Q1 + Q2 + Q3 + Qn എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിലും സാധാരണ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ചാർജുകൾ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ ഒരു ആൾജിബ്രൈക് സം എടുക്കുന്നത് പോലെ തന്നെ ആ ഒരു ചാർജസിനെ ആഡ് ചെയ്യുന്നു. അപ്പൊ ചാർജസിന്റെ ഈ പ്രോപ്പർട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഓക്കെ.